ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മാവ്, ഇത് വെള്ളപ്പത്തിൻ്റെ മാവാണ്. പക്ഷേ ഇതിൽ ഞാൻ ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർത്തിട്ടില്ല. ഒരു 2 ഗ്ലാസ് അരി, ഒരു അരക്കപ്പ് നാളികേരം, ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് അരച്ച് വെച്ചതാണ്. ഇന്നലെ അരച്ച് വെച്ചതാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ഉപ്പ് ചേർത്ത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാനിങ്ങനെ വെള്ളപ്പം പോലെയല്ല, ഇത് നമ്മൾ അപ്പം മാതിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു കടലക്കറി കൂടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു കടലക്കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ കുക്കറിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചതാണ്. നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. ഞാൻ കടല കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള ചെറുതായി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം ഒരല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വാട്ടിയെടുക്കാം. കടല വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഇതിലിപ്പോൾ ഉപ്പിടണില്ല. നല്ലോണം നമുക്ക് വാട്ടിയെടുക്കാം. എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം, ആ ഒരു പൊടികളുടെ പച്ചമണം പോണ വരെ. ഇതിലേക്ക് എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി അത് വാട്ടിയെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ആ തക്കാളി വേവാൻ നമുക്ക് കടല വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. നമുക്ക് അത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് 1 സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമ്മളതിലേക്ക് ഈ കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് വറുത്തിടേണ്ട ആവശ്യമില്ല, നമ്മൾ ആദ്യം തന്നെ എല്ലാം വാട്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാനിതിൽ നാളികേരം ഒന്നും ചേർക്കണില്ല. ഇത് നല്ലോണം ഇതൊന്ന് ചാറ് നന്നായിട്ട് കുറുകി വരും. ഒന്ന് നല്ലോണം മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രേവി കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു ഇതിൽ നിർത്താം. എനിക്കും ഇത് മതി. നമുക്ക് അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാനുള്ളതല്ലേ. ഇനി ചിലവർക്ക് അധികം ഗ്രേവി വേണ്ടാച്ചെങ്കിൽ ഒന്നും കൂടി നമുക്ക് കുറുക്കി എടുക്കാം. ഇപ്പോൾ നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടലക്കറി വെച്ചാൽ. എളുപ്പമാണ്, നമുക്ക് തേങ്ങയും അതൊന്നും അരയ്ക്കാനും ഒന്നും നിൽക്കണ്ട. വേഗം തന്നെ ഒരു കടലക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിൽ വേഗം കടല വേവിച്ച് വെച്ചാൽ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഞാനിതേപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്കൊന്ന് എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മാവ് ഒരു കയ്യിലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം.
തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വേണ്ട, ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല. ഈസ്റ്റോ ഒരു കാര്യങ്ങളും ചേർക്കാതെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ അപ്പങ്ങളും ഇതിൽ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, കണ്ടില്ലേ? എന്ത് ടേസ്റ്റാണെന്നറിയോ ഇങ്ങനെ. നമുക്കിതിന് പല കറികളും ഉണ്ടാക്കാം. പൊട്ടാറ്റോ കറികൾ ഉണ്ടാക്കാം, വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം, അത് കൂട്ടി കഴിക്കാം, പിന്നെ ചെറുപയർ കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കടലക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.